പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. 10ാം ക്ലാസ്സിലെ കോർഡിനേറ്റ്സ് എന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ ബിന്ദുക്കൾ തമ്മിലുള്ള അകലം, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി 2 പോയിന്റ്സ് ഇഫ് ദി കോർഡിനേറ്റ്സ് ആർ ഗിവൺ. ഇപ്പോൾ എക്സ് ആക്സിലെ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം നോക്കാം. ഇപ്പോൾ എക്സ് ആക്സിലെ രണ്ട് പോയിന്റ് തമ്മിലുള്ള അകലം എന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റ് എടുത്തു 3, ഇവിടെ ഒരു പോയിന്റ് 1. അപ്പോൾ ഇതിന്റെ കോർഡിനേറ്റ്സ് എന്താ? 3 0. എക്സ് ആക്സിലെ പോയിന്റ് ആണ്, എന്ന് വൈ കോർഡിനേറ്റ് 0 ആണ്. ഇതിന്റെ കോർഡിനേറ്റോ 1 0. അപ്പൊ എക്സ് ആക്സിലെ രണ്ട് പോയിന്റ് ആണ് എ 1 0, ബി 3 0. അപ്പൊ എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കിക്കേ. എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 1 2 യൂണിറ്റ് ആണ്. അപ്പോ 1 0യും 3 0യും A 1 0 3 B 3 0. Distance between 1 0 and 3 0 is 2 unit. അപ്പോൾ 1 0യും 3 0യും തമ്മിലുള്ള ഡിസ്റ്റൻസും ഇവിടെ നോക്കിയാൽ 3 - 1 എത്രയാ? മോഡുലസ് ഓഫ് 3 - 1 എന്ന് പറയുന്നതും 1 തന്നെ 2 തന്നെയാണ് അല്ലെ. 3ൽ നിന്ന് 1 കുറച്ചിട്ട് അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എടുത്താൽ 2 തന്നെയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ 3 - 1. മോഡുലസ് ഓഫ് 3 - 1 1 - 3 എന്ന് എഴുതാം. അത് 2 ആണ്. ഇനി വേറെ രണ്ട് പോയിന്റ് എടുത്ത് നോക്കാം. അവിടെ ഒരു പോയിന്റ് -3 0, ഇവിടെ ഒരു പോയിന്റ് 1 0. ഇതിന് ഞാൻ സി എന്ന് പേര് കൊടുക്കാം. അപ്പൊ സി എയുടെ ഇതിപ്പോ നമ്മൾ കണ്ടുപിടിച്ച് എ ബിയുടെ ഡിസ്റ്റൻസ് ആണ്. ഇനി എ സിയുടെ കണ്ടുപിടിക്കാം. എ സി എന്ന് പറയുമ്പോൾ -3 0യും 1 0യും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പൊ നേടി നോക്കിക്കേ. -3 0 1 0 ഇതാണ് ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് പറഞ്ഞാൽ 1 2 3 4 പോയിന്റ് 4 യൂണിറ്റ് ആണ്. ഇത് നോക്കിയേ. മോഡുലസ് ഓഫ് -3 - 1 എക്സ് കോർഡിനേറ്റ് നമ്മളുള്ള ഡിഫറൻസിന്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ത് കിട്ടും? മോഡുലസ് ഓഫ് -4 എത്രയത്? 4. അതായത് ഇത് തമ്മിലുള്ള ഡിഫറൻസിന്റെ അബ്സല്യൂട്ട് വാല്യൂ, ഇത് തമ്മിലുള്ള ഡിഫറൻസിന്റെ അബ്സല്യൂട്ട് വാല്യൂ ആയിരിക്കും എന്തെന്ന് പറയുന്നത് എക്സ് ആക്സിസിലെ രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. എക്സ് ആക്സിസിലെ രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ് കോർഡിനേറ്റിന്റെ ഡിഫറൻസിന്റെ അബ്സല്യൂട്ട് വാല്യൂ. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദി ഡിഫറൻസ് ഓഫ് എക്സ് കോർഡിനേറ്റ്സ് അത് ഇസ് മോഡുലസ് ഓഫ് x1. അതായത് ഇപ്പൊ ഇത്രയും ഉള്ളൂ ഇതിനകത്ത്. അതായത് എക്സ് ആക്സിസിലെ രണ്ട് പോയിന്റുകൾ x1 0 x2 0 എന്ന രൂപത്തിലായിരിക്കും. അപ്പൊ ഇവ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് x1 - x2 ആയിരിക്കും. എക്സ് ആക്സിസിലെ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് x1 - x2 ആയിരിക്കും. ഇതുപോലെ നമുക്ക് വൈ ആക്സിസിലെ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം കണ്ടുപിടിക്കാം. അപ്പൊ ഇതിപ്പോ നമ്മൾ ആക്സിസ് തന്നിട്ടില്ല എങ്കിലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ കണ്ടുപിടിക്കാം. നമ്മൾ ചെയ്ത എന്താണ്? ഈ പോയിന്റ് ഇതിനകത്ത് മാർക്ക് എണ്ണി നോക്കുകയൊക്കെ അല്ലേ ചെയ്തേ. അങ്ങനെ ചെയ്യാതെ തന്നെ ഇപ്പൊ ഈ പ്രത്യേകത വെച്ച് ഇപ്പോ രണ്ട് പോയിന്റ് വന്നിരിക്കുകയാണ്. 99 0 -1 0. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു പോയിന്റ്സ് എന്ന് ചോദിച്ചാൽ പിന്നെ നമ്മൾ ആക്സിസ് വരയ്ക്കാൻ പോകേണ്ട എന്ത് ചെയ്താൽ മതി? ഇതിന്റെ എക്സ് ആക്സിസിലെ പോയിന്റ് ആണ് അല്ലെ. വൈ കോർഡിനേറ്റ് 0 ആയതുകൊണ്ട് എക്സ് ആക്സിസിലെ പോയിന്റ് ആണ്. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസിന്റെ കേവലമില്ല. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 99 - -1 ദാറ്റ് ഈസ് 99 -1 that is 100. Modulus of 100 is 100. So absolute value of the difference x1 - x2 ന്റെ അബ്സല്യൂട്ട് വാല്യൂ. അല്ലെങ്കിൽ തിരിച്ചായാലും കുഴപ്പമില്ല. അബ്സല്യൂട്ട് വാല്യൂ എടുക്കുന്നതുകൊണ്ട് എങ്ങനെ കുറച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി വൈ ആക്സിസിന് പാരലായിട്ടുള്ള ലൈൻ ആണെങ്കിൽ വൈ ആക്സിസിൽ ഇത് തന്നെ എക്സ് ആക്സിന് പാരലായിട്ട് വരുമ്പോഴോ എക്സ് ആക്സിന് പാരലായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. 2യിലൂടെ എക്സ് ആക്സിന് പാരലായിട്ട് ഒരു ലൈൻ വരച്ചിരിക്കും. ഇപ്പൊ എക്സ് ആക്സിന് പാരലായിട്ട് നോക്കിയേ. 1 ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ് ഒക്കെ മാർക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നോക്കിക്കേ. ഇതിന്റെയൊക്കെ കോർഡിനേറ്റ്സ് ഒന്ന് എഴുതി നോക്കിയേ. ഇതിന്റെ എക്സ് കോർഡിനേറ്റ് 1 ആണ്, വൈ കോർഡിനേറ്റ് 2 ആണ്. അപ്പോൾ 1 2. ഇതിന്റെ എക്സ് കോർഡിനേറ്റ് 2 ആണ്, വൈ കോർഡിനേറ്റ് 2 ആണ്. ഇതിന്റെ എക്സ് കോർഡിനേറ്റ് 4 ആണ്, വൈ കോർഡിനേറ്റ് 2 തന്നെയാണ്. അപ്പൊ ഈ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് വരയ്ക്കുന്ന ലൈനിന്റെ വൈ കോർഡിനേറ്റ് എപ്പോഴും സെയിം ആയിരിക്കും. അപ്പോ ഇവിടെ ശ്രദ്ധിച്ചാൽ ഇവിടെ ഒരു പോയിന്റ് കൂടി എടുക്കാം. ഇതിന്റെയോ
എക്സ് കോർഡിനേറ്റ് -2 ആണ്, വൈ കോർഡിനേറ്റ് 2 ആണ്. അപ്പോൾ എക്സ് ആക്സിന് പാരലാണെങ്കിൽ വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ വൈ കോർഡിനേറ്റ് സെയിം ആണെങ്കിൽ എക്സ് ആക്സിന് പാരലാന്ന് അപ്പോൾ തന്നെ തീരുമാനിക്കാൻ നമ്മൾ വരച്ച് നോക്കാതെ തന്നെ. ഇപ്പോൾ ഈ 2 പോയിന്റ് നമ്മളുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നോക്കിയേ, ഈ 2 പോയിന്റ്, ഈ ഡിസ്റ്റൻസ് തന്നെയാണ് ഈ 2 പോയിന്റ് നമ്മളുടെ ഡിസ്റ്റൻസ്. അതായത് എക്സ് ആക്സിലെ 4ഉം 1ഉം നമ്മളുടെ ഡിസ്റ്റൻസ്. വൈ കോർഡിനേറ്റ് സെയിം ആണല്ലോ. അപ്പോൾ 4 - 1, അതായത് മോഡുലസ് ഓഫ് 4 - 1 3 യൂണിറ്റ്. മോഡുലസ് 3 അതായത് 3. 1 - 4 എങ്ങനെ എടുത്താലും കുഴപ്പമില്ല. 1 - 4 ആകുമ്പോൾ മോഡുലസ് ഓഫ് -3, അപ്പോഴും 3 യൂണിറ്റ്. അതുകൊണ്ടാണ് അബ്സല്യൂട്ട് വാല്യൂ ഇടുന്നതിൻ്റെ കാര്യം, കേവലം എടുക്കുന്നതിൻ്റെ കാര്യം. അപ്പോൾ നോക്കിയേ, വേറെ 2 പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണെങ്കിലോ വൈ കോർഡിനേറ്റ് സെയിം ആണ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് തമ്മിലുള്ള ഡിഫറൻസ്, അതായത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് -2 - 4, 2 4 തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് മോഡുലസ് ഓഫ് -6, അതായത് 6. അതായത് എക്സ് ആക്സിന് പാരലൽ ആണെങ്കിലും എന്ത് തന്നെയാണ്, അതായത് എക്സ് ആക്സിന് പാരലായിട്ടുള്ള ലൈനിലെ 2 ബിന്ദുക്കൾ x1k x2k എന്ന രൂപത്തിലായിരിക്കും. വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ ഡിസ്റ്റൻസ് പറഞ്ഞ മോഡുലസ് ഓഫ് x1 - x2 ആയിരിക്കും. ഇവിടെ ചിത്രത്തിൽ എക്സ് അക്ഷം വൈ അക്ഷം വരച്ചിട്ടുണ്ട്. എക്സ് അക്ഷത്തിൽ എ ബി സി ഡി ഇ എന്നീ ബിന്ദുക്കൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ എയുടെ സൂചകസംഖ്യ എന്താണ്? എക്സ് അക്ഷത്തിൽ -5 ആണ്. അപ്പോൾ -5 0. എയുടെ സൂചകസംഖ്യ -5 0 ആണ്. ബിയുടെയോ? ബിയും എക്സ് അക്ഷത്തിൽ തന്നെയാണ്. എക്സ് ആക്സിൽ -3 എന്ന പോയിൻ്റാണ്. അപ്പോൾ -3 0. അപ്പോൾ ബിയുടെ കോർഡിനേറ്റ്സ് -3 0. വാട്ട് ഈസ് ദി കോർഡിനേറ്റ് ഓഫ് സി? സി -2 ആണ് എക്സ് ആക്സിൽ. സോ -2 0 ഈസ് ദി കോർഡിനേറ്റ് ഓഫ് സി. വാട്ട് ഈസ് ദി കോർഡിനേറ്റ് ഓഫ് ഡി? എക്സ് ആക്സിൽ 1 എന്ന പോയിൻ്റാണ്. അപ്പോൾ 1 0 ഈസ് ദി കോർഡിനേറ്റ് ഓഫ് ഡി. ഇനി ഇയോ 3 0. എക്സ് ആക്സിൽ 3 എന്ന പോയിൻ്റാണ്. അതുകൊണ്ട് 3 0 ഈസ് ദി കോർഡിനേറ്റ് ഓഫ് ഇ. ആൻഡ് ഓൾ ദീസ് പോയിൻറ്റ്സ് ഇഫ് യു കൺസിഡർ ഇറ്റ്സ് y coordinate is 0. അപ്പോൾ any point on x axis if you consider y coordinate is 0 or x axisലെ 2 ബിന്ദുക്കൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒന്ന് നോക്കാം. അപ്പോൾ എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കിയാൽ എ എന്ന് പറയുന്നത് -5 ആണ്, ബി എന്ന് പറഞ്ഞാൽ -3 ആണ്. 2 യൂണിറ്റ് ആണ് ഡിസ്റ്റൻസ്. ഈ -5ഉം -3ഉം തമ്മിലുള്ള അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് നോക്കിയേ. എന്തുവരും? അപ്പോൾ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി 2 യൂണിറ്റ് ആണ്. അത് നമ്മൾ മാർക്ക് ചെയ്യാം. അപ്പോൾ ഡിസ്റ്റൻസ് ഈസ് 2 യൂണിറ്റ്. -5ൽ നിന്ന് -3 സബ്ട്രാക്ട് ചെയ്തിട്ട് അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ -5 + 3. -5 + 3 എന്ന് പറഞ്ഞാൽ -2. അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ 2 ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസും ഡിഫറൻസ് ഓഫ് ദി x1 - x2ൻ്റെ ഡിഫറൻസിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ സെയിം ആയിട്ടുണ്ട്. ഇനി മറ്റൊരു ഡിസ്റ്റൻസ് എടുത്ത് നോക്കാം. ഏതാണ്? എ ഡി. എയും ഡിയും തമ്മിലുള്ള ഡിസ്റ്റൻസാണ് എ ഡി എന്ന് പറയുന്നത്. എ എന്ന പോയിൻ്റ് ഇത്, ഡി എന്ന പോയിൻ്റ് ഇതാണ്. അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ്. കണ്ടോ? എ ഡി എന്ന ഡിസ്റ്റൻസ് 1 2 3 4 5 6 യൂണിറ്റാണ്. 6 യൂണിറ്റാണ് എ ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. എ ഡി എന്ന് പറയുന്നത് 6 യൂണിറ്റ് തന്നെ. അതിൻ്റെ വൈ കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റ് തമ്മിലുള്ള ഡിഫറൻസിൻ്റെ അബ്സല്യൂട്ട് വാല്യൂവും 6 തന്നെ കിട്ടി. ഉണ്ടല്ലേ? -5 നിന്ന് 1 കുറച്ചു, -6. അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ 6. അപ്പോൾ ഇവയുടെ എക്സ് കോർഡിനേറ്റ് തമ്മിലുള്ള ഡിഫറൻസിൻ്റെ അബ്സല്യൂട്ട് വാല്യൂവും ഈ ഡിസ്റ്റൻസ് സെയിം ആയിട്ട് വരും. ഇനി സി ഡി നോക്കാം. സി ഡി കണ്ടോ? 2 0. 2 0യും 1 0യും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 3 യൂണിറ്റ് ആണ്. അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂവിൻ്റെ ഡിഫറൻസ് നോക്കിയോ. -2 - 1. അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ -3യുടെ അബ്സല്യൂട്ട് വാല്യൂ 3. സോ ഡിഫറൻസ് ഓഫ് ദി ഡിസ്റ്റൻസ് ഈസ് സെയിം ആസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദി ഡിഫറൻസ് ഓഫ് ദി എക്സ് കോർഡിനേറ്റ്സ്. ഇനി അടുത്തത് ഇതുപോലെ തന്നെ കൺസിഡർ ചെയ്തേ. -5 0യും -2 0യും തമ്മിലുള്ള ഡിസ്റ്റൻസും 3 യൂണിറ്റ് ആണ്. -5 - -2ൻ്റെ അബ്സല്യൂട്ട് വാല്യൂ
3 തന്നെയാണ്. അപ്പോൾ x1 0 x2 0 എന്നിവ എക്സ് ആക്സിസിലെ രണ്ട് ബിന്ദുക്കളായാൽ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് x1 മൈനസ് x2 ആണ് എന്ന് കാണാവുന്നതാണ്. ഇനി നമുക്ക് എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ലൈനിലെ ബിന്ദുക്കൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അവിടെ നോക്കിക്കോളൂ, എക്സ് ആക്സിസിന് പാരലായിട്ട് ഞാനൊരു ലൈൻ വരച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ബിന്ദുക്കൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, പി ക്യു ആർ എസ് ടി. ഈ പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ്സ് ഒന്ന് എഴുതി നോക്കാം. എന്താണ് പിയുടെ കോർഡിനേറ്റ്? പിയുടെ നേരെ എക്സ് ആക്സിലുള്ള പോയിൻറ്റ് -5, വൈ ആക്സിൽ 3 തന്നെ, അപ്പോൾ -5 3. അപ്പോൾ പിയുടെ കോർഡിനേറ്റ് -5 3. ഇനി ക്യൂവിൻ്റെ കോർഡിനേറ്റോ? ക്യൂവിൻ്റെ നേരെ താഴെ എക്സ് ആക്സിൽ -4, വൈ ആക്സിൽ 3, അപ്പോൾ -4 3 ഈസ് ദി കോർഡിനേറ്റ് ഓഫ് ക്യൂ. അപ്പോൾ ക്യൂവിൻ്റെ കോർഡിനേറ്റ് -4 3. ഇനി ആറിൻ്റെയോ? എക്സ് ആക്സിൽ -1, വൈ ആക്സിൽ 3, -1 3 ഈസ് ദി കോർഡിനേറ്റ് ഓഫ് ആർ. അതുപോലെ എസിൻ്റെയോ? 2 3, എസിൻ്റെ 2 3. അതുപോലെ ടിയുടെയോ? 4 3. അപ്പോൾ എക്സ് ആക്സിലെ കോർഡിനേറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ വൈ കോർഡിനേറ്റ് എല്ലാം സെയിം ആയിരിക്കും. അതായത് എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ഒരു ലൈൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വൈ കോർഡിനേറ്റ് എപ്പോഴും സെയിം ആയിട്ടാണ് തന്നെ വരുന്നത്. അവിടെ 3യിലൂടെയാണ് പാരലൈൻ വരച്ചത്, അതുകൊണ്ട് 3 തന്നെ വന്നു. 2യിലൂടെയാണ് പാരലൈൻ വരച്ചതെങ്കിൽ വൈ കോർഡിനേറ്റ് എപ്പോഴും 2 ആയാനെ. അപ്പോൾ വൈ കോർഡിനേറ്റ് സെയിം ആയിട്ടുള്ള പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുന്ന ലൈൻ അത് എതിരെ പാരലായിരിക്കും, എക്സ് ആക്സിസിന് പാരലായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്റ്റൻസ് നോക്കാൻ ഇനി നമുക്ക്. അപ്പോൾ കണ്ടോ, -5 3 എന്ന പോയിൻറ്റും അതുപോലെ തന്നെ -1 3 എന്ന പോയിൻ്റ്, ഈ രണ്ട് പോയിൻ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിൽ -5ഉം -1ഉം തമ്മിലുള്ള ഡിസ്റ്റൻസാണ്. അത് 4 യൂണിറ്റ് ആണ്. -5ഉം -1ഉം തമ്മിലുള്ള ഡിഫറൻസിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ഒന്ന് എടുത്ത് നോക്കാം. മോഡുലസ് ഓഫ് -5 മൈനസ് -1, അത് മോഡുലസ് ഓഫ് -5 + 1 വന്നു, ദറ്റ് ഈസ് 4. സോ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദി ഡിഫറൻസ് ഈസ് സെയിം ആസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 പോയിൻറ്റ്സ്. ഇനി അടുത്തത് എടുത്ത് നോക്കാം. ഡിയുടെ കോർഡിനേറ്റ്സിൻ്റെ നോക്കാം. ഡി ആർ എസ്, ആറും എസും. ആറ് -1 3 ആണ്, എസ് 2 3 ആണ്. ആറും എസും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കി, -1ഉം 2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നെയാണ്, അത് 3 യൂണിറ്റ് ആണ്. ഡിഫറൻസിൻ്റെ അബ്സല്യൂട്ട് വാല്യൂവും 3 തന്നെ. അടുത്ത പോയിൻ്റ് എടുത്ത് നോക്കാം. -4 3ഉം 4 3ഉം. -4 3ഉം 4 3ഉം തമ്മിലുള്ള അകലം കണ്ടോ, 8 യൂണിറ്റ് വന്നിട്ടുണ്ട്. -4ൻ്റെ അബ്സല്യൂട്ട് വാല്യൂ മോഡുലസ് -8, ദറ്റ് ഈസ് 8. അത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദി ഡിഫറൻസ് ഈസ് ഓൾസോ സെയിം ആസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 പോയിൻറ്റ്സ്. അപ്പോൾ വൈ എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ഏതൊരു ലൈൻ്റെയും വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ എക്സ് കോർഡിനേറ്റിൻ്റെ ഡിഫറൻസിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ആയിരിക്കും അവ തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ നമുക്ക് കിട്ടും. ഇത്രയും പോയിൻ്റാണ് നമുക്ക് കിട്ടുക. എക്സ് അക്ഷത്തിലെ ഏത് രണ്ട് ബിന്ദുക്കളും x1 0 x2 0 എന്ന രൂപത്തിലായിരിക്കും. എക്സ് അക്ഷത്തിന് സമാന്തരമായ വരയിലാണെങ്കിൽ x1 k x2 k എന്ന രൂപത്തിലായിരിക്കും. എങ്ങനെയായാലും അവ തമ്മിലുള്ള അകലം മോഡുലസ് ഓഫ് x1 മൈനസ് x2 ആയിരിക്കും. അതായത് any 2 points on x-axis are of the form x1 0 and x2 0, and any points on a line parallel to x-axis are of the form x1 k and x2 k. The distance between these points is modulus of x1 minus x2.